എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ സ്വയം ചാട്ടവാറടിച്ച വാർത്ത ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ, അതായത് DMK നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ ശരിക്കും അണ്ണാമലയെ കളിയാക്കുകയായിരുന്നു. അതായത് ഇദ്ദേഹം പൊളിറ്റിക്കൽ സ്റ്റണ്ട് നടത്തിയാണ്, ഇദ്ദേഹം ഒരു പൊളിറ്റിക്കൽ കോമാളിയാണ്, പൊളിറ്റിക്കൽ ജോക്കറാണെന്ന തരത്തിലുള്ള വാർത്തകൾ ഈ DMK നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ മാധ്യമങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചു. അതിനുശേഷം ശരിക്കും ഇപ്പോൾ അവർ പെട്ടിരിക്കുകയാണ്. അവർ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തോടുകൂടി സംഭവങ്ങളുടെ ഡയമെൻഷൻ മാറി. അതായത് അണ്ണാമലൈ ചെയ്ത കാര്യത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാം. അപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തോടുകൂടി ഈ വിഷയത്തിൻ്റെ ഡയമെൻഷൻ മാറി. DMK ആദ്യം കരുതിയത് ഇദ്ദേഹത്തിന് ഒരു കോമാളിയായി ചിത്രീകരിക്കാവുന്നതാണ്. പക്ഷേ BJP വിരുദ്ധ ദേശീയ മാധ്യമങ്ങൾ പോലും ഇത് ഭയങ്കര വാർത്തയാക്കുകയും അണ്ണാമലൈ ചെയ്തത് ശരിയാണെന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ഡിസ്കഷനിൽ വെക്കുകയും ചെയ്തു. അപ്പോൾ കാര്യങ്ങളുടെ ഗതി തന്നെ മാറി. NDTV ടൈംസ് നൗ അടക്കമുള്ള ചാനലുകൾ പോലും അണ്ണാമലയ്ക്ക് സപ്പോർട്ടായി വരുന്ന രീതിയിലായി കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും അവർ പെട്ടിരിക്കുകയാണ്, DMK പെട്ടിരിക്കുകയാണ്. അതായത് അവർ DMK നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ വഴി അണ്ണാമലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ മെല്ലെ പുറകോട്ട് വലിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് അണ്ണാമലയെ സ്വയം ചാട്ടവാറടിച്ചത്? അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. അത് ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ DMKയുടെ ഒരു പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് അവർ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ DMK എടുത്തത്. അതുമാത്രമല്ല, ഒരു സംഭവം അരങ്ങേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ FIR ഇടുന്ന ഒരു പരിപാടിയുണ്ട്. ഈ FIR ഇടുമ്പോഴുണ്ടല്ലോ, ഏതൊരു സംസ്ഥാനത്തും ഏതൊരു സ്റ്റേറ്റിലും ഏതൊരു ഡിസ്ട്രിക്റ്റിലും ഏതൊരു പഞ്ചായത്തിലും ഒരു ക്രൈം നടന്നാൽ FIR ഇടുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി FIR.com എന്ന സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപകടം സംഭവിച്ചൊരു പ്രതികളായവരുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അതിനകത്ത് വ്യക്തമായി പ്രതിപാദിക്കാൻ പാടില്ല. അതൊരു പ്രോട്ടോക്കോളാണ്, അതായത് FIR PDF ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? DMKയുടെ സർക്കാരിൻ്റെ പോലീസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ FIR.com ഈ സംഭവത്തെക്കുറിച്ച് FIR.com FIR അപ്ലോഡ് ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID സകലമായ ഡീറ്റെയിൽസും ഇവർ ഈ PDF അപ്ലോഡ് ചെയ്തു. അത് തന്നെ ഭയങ്കര ഒരു ഗുരുതരമായൊരു കുറ്റകൃത്യമാണ്. അതായത് ഇപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമല്ല ഏത് സംസ്ഥാനത്തും, അതായത് ഈ വിഷയം അണ്ണാമലൈ ഇത് ചെയ്തുകൊണ്ടാണ് പുറത്തുള്ള സംസ്ഥാനങ്ങൾ ഈ സംഭവം അറിയുന്നത്. ഇതിനുശേഷം ഈ കുട്ടി ആരാണെന്നും എന്താണെന്നും എവിടെയാണെന്നും എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റി. അത് എല്ലാവരും PDF ഡൗൺലോഡ് ചെയ്ത് കണ്ടല്ലോ. ഇതിനുശേഷം അത് ഭയങ്കര ഗുരുതരമായ തെറ്റാണ് DMKയുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. അത് അണ്ണാമലൈ ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്തു. അതിനുശേഷം അണ്ണാമലൈ പാർട്ടി പ്രവർത്തകരെ വിളിക്കുകയും താൻ ചെന്നൈയിലെ തൻ്റെ വീടിന് മുന്നിൽ പാർട്ടി പ്രവർത്തകരെ വിളിക്കുകയും ചാട്ടവാർ കൊണ്ട് അടിക്കണമെന്ന് പാർട്ടി പ്രവർത്തകരോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം പാർട്ടി പ്രവർത്തകർ ആരും തന്നെ അതിൽ നിന്നില്ല. അപ്പോൾ എല്ലാവരും വൈമനസ്യം കാണിച്ചതുകൊണ്ട് അണ്ണാമലൈ സ്വയം ചാട്ടവാറിന് അടിക്കുകയായിരുന്നു. എന്നിട്ട് അണ്ണാമലൈ ശപഥം ചെയ്തു, ഇനി DMK സർക്കാരിനെ താഴെ ഇറക്കാതെ ഞാൻ ചെരിപ്പിടില്ല എന്ന്. നോക്കി, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവും കാണിക്കാത്ത ഇച്ഛാശക്തിയാണ് ഇവിടെ അണ്ണാമലൈ കാണിച്ചിരിക്കുന്നത്. ആദ്യം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ തമിഴ്നാട് ആദ്യം പറഞ്ഞ മാതിരി DMKയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും അണ്ണാമലൈ കോമാളിയെ ചിത്രീകരിച്ചു. അവിടെ കുറേ ട്രോളുകളൊക്കെ അവന്മാരൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എന്നൊക്കെ വന്നു കേട്ടോ. പിന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ മാറി. ഇപ്പോൾ ശരിക്കും അണ്ണാമലൈ അവിടെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഉണ്ടല്ലോ, അവിടെ AIADMK ആയാലും BJയുടെ പാർട്ടി ആയാലും ഇതിനെ സപ്പോർട്ടായിട്ട് വന്നു. അത് ഡയറക്റ്റ് സപ്പോർട്ട് അല്ലെങ്കിലും DMK കാണിച്ചത് ചെറ്റത്തരാണെന്ന രീതിയിലുള്ള പോസ്റ്റുകളും ഇതൊക്കെ ആയിട്ട് അവരും കടന്നിറങ്ങും. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊരു മൂവ്മെൻറ്റ് വരികയാണ്. അതായത് DMK സർക്കാരിനെതിരെയല്ലേ. ശരിക്കറിയാം, ഈ സ്റ്റാലിൻ ഉണ്ടല്ലോ, സ്റ്റാലിനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സൈഡായെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം കാരണം അദ്ദേഹത്തിൻ്റെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കി. അദ്ദേഹം മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ലല്ലോ, അപ്പം ഉപമുഖ്യമന്ത്രിയാക്കി. ഈ ഉപമുഖ്യമന്ത്രിയാക്കിയത് തന്നെ അവിടുത്തെ DMK സർക്കാരിലെ പല മന്ത്രിമാർക്കും തലമുതിർന്ന നേതാക്കൾക്ക് പോലും അതിനിഷ്ടമുണ്ടായിരുന്നില്ല. ഇവരുടെയൊക്കെ അനിഷ്ടം വകവെച്ചുകൊണ്ടാണ് സ്റ്റാലിൻ തൻ്റെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കിയത്. ശരിക്കും ഇപ്പോൾ ഭരിക്കുന്നത് അവിടെ സ്റ്റാലിനാണ്. ഇനിയിപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് വരാൻ പോകും. അപ്പോൾ ശരിക്കും അടുത്ത തവണ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ സ്റ്റാലിന് പറ്റില്ല. അപ്പോൾ സ്റ്റാലിൻ മകൻ ഉദയനിധി സ്റ്റാലിനെ മുന്നിൽ നിർത്തിയാണ് 2026 തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രിയാക്കുകയും അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് ഭരണങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ശരിക്കും ഭരിക്കുന്നത് ഉദയനിധി സ്റ്റാലിനാണ് അവിടെ ഭരിക്കുന്നത്. അച്ഛൻ സ്റ്റാലിൻ ചിത്രത്തിലേ ഇല്ല, അദ്ദേഹം സൈഡായി ശരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാമലയുടെ ഈ സംഭവത്തിന് ശേഷം ഒരു മൂവ്മെൻറ്റ്, ഒരു പ്രതിപക്ഷത്ത് ഒരു ഐക്യം രൂപപ്പെട്ടു വരികയാണ്. അതായത് AIADMKയും വിജയുടെ പാർട്ടിയും BJPയും, അതായത് അണ്ണാമലൈ നയിക്കുന്ന BJPയും ഒരു മൂവ്മെൻറ്റായിട്ട് വരാൻ പോവുകയാണ്. നോക്കിക്കോ, 2026 ഇലക്ഷൻ ആവുമ്പോഴും ഈ മൂവ്മെൻറ്റ് ശക്തി പ്രാപിക്കുകയും ഇവരൊരു മുന്നണിയായി മത്സരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്റ്റാലിൻ്റെ കട പൂട്ടുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല.
അതായത് AIADMK BJP ആയിട്ട് കൂടാൻ ഒരു കുഴപ്പമില്ല. അവർ ഒരുമിച്ച് ഭരിച്ചാണ്, കേന്ദ്രത്തിൽ ഒരുമിച്ച് മുമ്പ് ഭരിച്ചതാണ്, അത് മുമ്പ് തമിഴ്നാടിനെ ഭരിച്ചാണ്. അപ്പോൾ അവർ കൂട്ടുകൂടുന്നതിന് ഒരു പ്രശ്നമില്ല. പിന്നെ ആ കുറച്ച് ഇതിലുള്ളത് വിജയ്ക്കാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ സംഭവത്തിന് ശേഷം വിജയും അണ്ണാമലയുടെ കൂടെയാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ വിജയ് ഇപ്പോൾ രഹസ്യമായി അണ്ണാമലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. ഇത് ശരിക്കും തമിഴ്നാട്ടിലെ യുവാക്കൾക്ക്, അതായത് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കുറച്ച് നാളത്തെ സംഭവ വികാസങ്ങളാട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ ഇവരൊരു സഖ്യമായി വന്നു കഴിഞ്ഞാണ്ടല്ലോ ഈ DMKയുടെ കട പൂട്ടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് മാത്രമല്ല, ശരിക്കും DMK എന്താ ചെയ്യുന്നത്? ജനങ്ങളെ സപ്രസ് ചെയ്യാണ്, ജനങ്ങളെ വികാരങ്ങളെയും ജനങ്ങൾക്കെതിരെ. അതായത് ഇവർക്ക് എന്തോ വലിയൊരു നാട്ടുരാജാക്കന്മാരെന്നുള്ള രീതിയിൽ ജനങ്ങൾ അടിച്ചമർത്തിയിട്ടാണ് ഭരണം നടന്നത്. അതിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ഭയങ്കര അതിരൂക്ഷമായ അമർഷമുണ്ട്. അവർ ശരിക്കും ഇപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനൊരു മുന്നണി വരികയാണെങ്കിൽ, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ചില മാധ്യമങ്ങൾ, അത് വിജയ് പാർട്ടി രൂപീകരിച്ചപ്പോൾ ചില വാർത്തകളുണ്ടായിരുന്നു, വിജയ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒരു ടാക്ടിക്സ് ആയിരുന്നു, അവരുടെ ഒരു ചാണക്യതന്ത്രമായിരുന്നു. തമിഴ്നാട്ടിൽ ഇവരെ താഴെയാക്കാൻ, DMKയുടെ കഥ കഴിക്കാൻ, DMK ഇല്ലാതാക്കാൻ, അവരുടെ കുടുംബാധിപത്യം ഇല്ലാതാക്കാൻ വിജയെ ഇറക്കിയത് അമിത്ഷായും നരേന്ദ്രമോദിയുമാണ്. വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരു കോൺഫിഡൻസ് നൽകിയെന്നുള്ള ഒരു ചർച്ചകൾ ഒരു ഗോസിപ്പ് ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലോ, അതായത് വിജയ് നൈസായിട്ട് അണ്ണാമല BJP പാളയത്തിലിട്ട് വരാൻ ശ്രമിക്കുന്നു ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അന്നുണ്ടായ ഗോസിപ്പുകൾക്ക് ഇപ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിക്കാതിരിക്കാൻ വയ്യ. അതായത് പെട്ടെന്ന് ഒന്ന് ആലോചിക്കുക, വിജയ് ഒരു സൂപ്പർ സ്റ്റാർഡം, ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആക്ടറാണ് വിജയ്. കരിയറിൻ്റെ പീക്ക് പോയിന്റിൽ നിൽക്കുന്ന വിജയ് സിനിമ ഉപേക്ഷിച്ച് തൻ്റെ തട്ടകമായ സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ അതിന് പിന്നിൽ വൻ ശക്തികളുടെ സപ്പോർട്ട് വിജയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ നിരൂപകരും അന്ന് പറഞ്ഞിരുന്നു. അതായത് അവർ അപ്പോഴും സംശയിച്ചത് ഈ അമിത്ഷായും BJPയിലേക്ക് തന്നെയാണ് അവരുടെ സംശയമുനകൾ നീണ്ടത്. ശരിക്കും വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് വിജയ് സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഇത്രയും കോൺഫിഡൻസ് കിട്ടിയത് നരേന്ദ്രമോദി, അമിത്ഷായും പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് തന്നെ ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ത് തന്നെയായാലും തമിഴ്നാട്ടിൽ 2026 അണ്ണാമലൈ, വിജയ്, AIADMK സഖ്യ അധികാരത്തിൽ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ ശരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവർ ആദ്യം കോമളയെ ചിത്രീകരിച്ച അണ്ണാമലയ്ക്ക് കിട്ടുന്ന പിന്തുണ, അദ്ദേഹം ആദ്യം പറഞ്ഞു ഇനി ഞാൻ ഇവരെ താഴെ ഇറക്കുന്നവരെ ചെരുപ്പിടില്ല എന്ന് പറഞ്ഞാൽ. തമിഴ്നാട് സംബന്ധിച്ചിടത്തോളം ഒരുപാട് കർഷകരും ഗ്രാമീണരും പോലും ഇപ്പോഴും ചെരുപ്പൊക്കെ ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഭയങ്കര ഇമ്പാക്റ്റ് അണ്ണാമല ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് ആ ഏരിയയിലേക്ക് DMKക്ക് വോട്ട് ചെയ്യുന്ന DMKയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ് ഇതൊക്കെ, ഈ ഗ്രാമീണ മേഖലയ്ക്ക്. ആ മേഖലയിലൊക്കെ ഇപ്പോൾ അണ്ണാമലയെ കടന്നു കയറണം, ലിറ്ററലി കടന്നു ചെല്ലുകയാണ്. അതായത് താൻ ഇനി അവരെ താഴെ ഇറക്കാതെ ചെരുപ്പിടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും അവർ ആ ഇമ്പാക്റ്റ്, ഇവർ പുച്ഛിച്ച് തള്ളിയതിന് രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഹെവിയാണ്. ഇവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ്. അതായത് ശരിക്കും അവിടുത്തെ ഗ്രാമീണരെയൊക്കെ സ്വാധീനിച്ചപ്പോഴും ഗ്രാമീണ മേഖലയിൽ നിന്ന് പോലും അണ്ണാമലയ്ക്ക് ഇപ്പോൾ സപ്പോർട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ നടത്തിയ 2026 ആര് അധികാരത്തിൽ വരുന്ന രീതിയിൽ വരുമ്പോൾ 2 ദിവസം മുന്നേ പല ആൾക്കാരും ഗ്രാമീണർ അണ്ണാമല നല്ലൊരു ലീഡറാണ്, അണ്ണാമലയിൽ നമുക്ക് തമിഴ്നാട്ടുകാർക്ക് പ്രതീക്ഷയുണ്ടെന്ന രീതിയിലുള്ള അങ്ങനത്തെ അഭിപ്രായങ്ങൾ ഗ്രാമീണരിൽ നിന്ന് വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങിമറിയാണ്. ഇവർ 3 പേരും ഒറ്റക്കെട്ടായി 2026 തെരഞ്ഞെടുപ്പിനെ നേരിട്ട് DMK താഴെ ഇറക്കി കഴിഞ്ഞാൽ, ഇൻ കേസ് വിജയ്ക്ക് മുഖ്യമന്ത്രി ആയപ്പോഴും കുഴപ്പമില്ല, അണ്ണാമലയ്ക്ക് അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിന് DMK താഴെ ഇറക്കുക. അതായത് കുടുംബാധിപത്യം നിലനിർത്തുന്ന പാർട്ടിയെ, അതായത് തമിഴ്നാട് കൊള്ളയടിക്കുന്ന പാർട്ടിയെ താഴെ ഇറക്കുക. അത് മാത്രമാണ് അണ്ണാമലയുടെ ലക്ഷ്യം. ഇൻ കേസ് അതായത് നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കണ്ട അത് ഷിൻഡെ മുഖ്യമന്ത്രിയൊക്കെ പാർട്ടിയാണ് BJP. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വിജയ് മുഖ്യമന്ത്രിയാക്കാനും BJP മടിക്കില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങി മറിയും. വിജയ് കൂടിയും രംഗത്തിറങ്ങുമ്പോൾ പിക്ചർ ആകെ മാറും. DMK ആകെ പ്രതിരോധത്തിലാകും. ഇപ്പോൾ ഓൾറെഡി പ്രതിരോധത്തിലാണ്. എന്തായാലും കാത്തിരിക്കാം. മറ്റൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.